മരണം വരെ പ്രണയത്തിലായിരുന്നു. ഇപ്പോഴും പ്രണയത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. തീർത്തും അപ്രതീക്ഷിതമായ മരണം തന്നെയായിരുന്നു കലാഭവൻ നവാസിൻ്റെത്. രഹനിയും നവാസും അത്രത്തോളം ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചായിരുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ഒരു ദിവസം പെട്ടെന്നുണ്ടായ വാർത്തയായിരുന്നു മലയാളികളെ മുഴുവൻ ഞെട്ടിച്ചത്. കലാഭവൻ നവാസ് നമ്മളെ വിട്ട് വിട പറഞ്ഞ് പോയിരിക്കുന്നു. കലാഭവൻ നവാസിന്റെ മരണം ഉണ്ടാക്കിയ വളരെയധികം സങ്കടത്തിൽ തന്നെയായിരുന്നു മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരും എല്ലാ പ്രേക്ഷകരും ഒരേപോലെ വിഷമിച്ചത്. ഒട്ടും ആരോഗ്യമായോ അതോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് നമ്മളെ വിട്ട് വിട പറയുന്നത് വളരെയധികം വേദന ഉണ്ടാക്കുന്ന ആളാണ്. അതും പ്രത്യേകിച്ച് നവാസിനെ പോലെ ഇത്രത്തോളം മലയാള മനസ്സുകളിൽ സ്ഥാനം പിടിച്ച ഒരു താരം നമ്മളെ വിട്ടു പോയി എന്ന് കേൾക്കുമ്പോൾ തന്നെ വേദനയോടെ അല്ലാതെ കേൾക്കാൻ സാധിക്കില്ല. നമ്മൾ പ്രേക്ഷകരുടെ അവസ്ഥ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഭാര്യ രഹനയുടെ അവസ്ഥ എന്തായിരിക്കും? ഭാര്യ രഹന മരണം വരെ നവാസുമായി പ്രണയത്തിൽ തന്നെയായിരുന്നു. വിവാഹത്തിന് ശേഷം നവാസ് ആയിരുന്നു രഹനയുടെ ജീവിതം മുഴുവനും. നവാസും കുട്ടികളും ഉറങ്ങുന്ന ചെറിയൊരു കുടുംബം തന്നെയായിരുന്നു രഹനയുടേത്. രഹനയുടെ സന്തോഷങ്ങളെല്ലാം തന്നെ നവാസിൻ്റെയും കൂടെയായിരുന്നു. പ്രണയിച്ചായിരുന്നു ഇരുവരും വിവാഹം നടത്തിയത്. ഇരുവരുടെയും വിവാഹത്തെപ്പറ്റിയും ഇരുവരുടെയും പ്രണയകഥയെപ്പറ്റിയും എല്ലാം തന്നെ രഹനയുടെയും നവാസിൻ്റെയും കുഞ്ഞുമക്കൾ സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ചെയ്യാറുണ്ട്. അതെല്ലാം കണ്ട് പ്രേക്ഷകരും സോഷ്യൽ മീഡിയയും കൈതട്ടാറുണ്ട്. ഇപ്പോഴിതാ രഹന നവാസിന്റെ മരണശേഷം വീണ്ടും പുറത്തിറങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് സന്തോഷകരമായ വാർത്ത പുറത്തു വരുന്നത്. മരണത്തിന് പോലും വേർതിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആഴത്തിലുള്ള പ്രണയമാണ് നവാസും രഹനയും തമ്മിലുള്ളത്. അത് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. രഹനയുടെ ലോകം, രഹനയുടെ ജീവിതം മുഴുവനും നവാസ് ആയിരുന്നു എന്ന് രഹനയുടെയും നവാസിന്റെയും അടുത്ത സുഹൃത്തുക്കൾ ഈ അടുത്തിടെ ഒരു ഇന്റർവ്യൂവിൽ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നവാസിന്റെ മരണത്തിന് മുന്നേ തൊട്ടുള്ള നിമിഷങ്ങളെല്ലാം തന്നെ രഹനയെ പല കാര്യങ്ങൾ പഠിപ്പിക്കുന്നതായി തന്നെ പുറത്തുവരുന്ന വാർത്തകളിൽ പറയുന്നുണ്ട്. രഹനയെ ഡ്രൈവിംഗ് പോലുള്ള മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നവാസ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു. അതായത് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായി അറിയുന്ന രൂപത്തിലായിരുന്നു നവാസിന്റെ പെരുമാറ്റം. നവാസ് ചെയ്തതും നവാസ് രഹനയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തതുമെല്ലാം അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു. ഇത് പ്രേക്ഷകരെയും കുടുംബക്കാരെയും എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയായിരുന്നു. നവാസ് ഇതെല്ലാം മുൻപ് കണ്ടിരുന്നു എന്ന ചോദ്യം പ്രേക്ഷകരുടെ ഉള്ളിൽ എന്നുമുണ്ട്. എന്നാലും നവാസിന്റെ വിയോഗം മലയാള മനസ്സുകളിൽ ഉണ്ടാക്കിയ വേദനയും മുറിവും ആഴത്തിൽ തന്നെയാണ്. നവാസിന്റെ വിയോഗത്തിൽ നിന്നുള്ള ഇപ്പോഴും സങ്കടങ്ങൾ ഇപ്പോഴും രഹനയുടെ ഉള്ളിൽ നിന്നും പോയിട്ടില്ല. അതൊരിക്കലും പോകില്ല എന്ന് തന്നെയാണ് സത്യം. രഹനയ്ക്ക് പുതിയൊരു ജീവിതത്തിൽ വളരെയധികം സന്തോഷകരമായൊരു ജീവിതം മുന്നോട്ട് വരട്ടെ എന്നുമാണ് പ്രേക്ഷകർ എല്ലാവരും പ്രാർത്ഥിക്കുന്നതും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.